സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ ഈ കാണുന്നത് തൊടുപുഴയാറാണ്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ പട്ടണമായിട്ടുള്ള തൊടുപുഴയുടെ ഹൃദയഭാഗത്തൂടെ ഒഴുകുന്ന തൊടുപുഴയാറ്. അപ്പോൾ വിരാളം വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഈ തൊടുപുഴയാറിൻ്റെ ഉത്ഭവസ്ഥാനം തേടിയുള്ള യാത്രയാണിന്ന്. ഈ ഉത്ഭവസ്ഥാനത്താണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇത് മൂലമറ്റത്തെ ത്രിവേണി സംഗമമാണ്. ഇന്ന് ഈ യാത്രയിൽ കൂടെയുള്ളത് നമ്മുടെ വീഡിയോയിൽ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുള്ള രാജൻ മാഷും ദിനേന്ദ്രൻ മാഷുമാണ്. അപ്പോൾ ഞങ്ങൾ മുട്ടമൊക്കെ കഴിഞ്ഞ് നേരെ മൂലമറ്റത്തിലേക്ക് പോവുകയാണ്. മുട്ടം കഴിഞ്ഞാൽ അടുത്ത ഭംഗിയുള്ള വലിയ പ്രദേശം ഇതായി കാഞ്ഞാറാണ്. കാഞ്ഞാറിൻ്റെ തീരത്തുകൂടി നമ്മൾ പോകണം. കാഞ്ഞാറിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. കാഞ്ഞാറ് കഴിഞ്ഞു, അറക്കുളം കഴിഞ്ഞു, അശോകവല കഴിഞ്ഞ് ഒരു 2 കിലോമീറ്റർ, ഇതാണ് അശോകവല. അശോകവല കഴിഞ്ഞ് 2 കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോഴത്തേനും നമ്മുടെ ത്രിവേണി സംഗമത്തിലേക്ക് തിരിയേണ്ട സ്ഥലം കഴിഞ്ഞു. അല്പം മുമ്പോട്ട് പോയിരുന്നു. അതായത് സേക്രഡ് ഹാർട്ട് ഹൈസ്കൂളിൻ്റെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തൊട്ട് സൈഡിലൂടെ വലത്തേക്കുള്ള വഴിയാണ് നമുക്ക് തിരിയേണ്ടത്. അപ്പോൾ അത് നമ്മൾ ആ വഴിയിലേക്ക് തിരിയാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് 1/2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ത്രിവേണി സംഗമത്തിലേക്ക്. ദിനേന്ദ്രൻ മാഷാണ് വണ്ടി ഓടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വണ്ടിയും കൂടിയാണ്. അവിടെ സ്കൂളിൻ്റെ കമാനമൊക്കെ വെച്ചിട്ടുണ്ട്. ആ വഴിയിലൂടെ നമുക്ക് മുമ്പോട്ടേക്ക് പോവാം. റോഡിൽ അല്പം മോശമാണ്, എങ്കിലും വണ്ടി വരുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ റോഡ് സൈഡിൽ വേണേൽ പാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇറങ്ങി പാർക്ക് ചെയ്യാം. അപ്പോൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നോക്കി ഞങ്ങൾ ഇറങ്ങുകയാണ്. ഈ ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ഇടത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ത്രിവേണി സംഗമത്തിലേക്ക് എത്താം. വലത്തേക്ക് തിരിഞ്ഞാൽ അവിടെ ഒരു വളരെ ഭംഗിയുള്ള ഒരു തൂക്കുപാലമുണ്ട്, അതും കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ത്രിവേണി സംഗമം ഒന്ന് പോയി നോക്കി കണ്ടുവരാം. ത്രിവേണി സംഗമത്തിൻ്റെ ആദ്യ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഏതൊക്കെ നദികൾ അല്ലെങ്കിൽ ഏതൊക്കെ ജലസ്രോതസ്സുകളാണെന്ന് നമുക്ക് പരിചയപ്പെടാം കേട്ടോ. ഇവിടെ വാർണിംഗ് സൈനൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണമായിട്ട് ഇവിടെയായിട്ട് ഇറങ്ങി വരാനായിട്ട്. ഈ ത്രിവേണി സംഗമത്തിന് വളരെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മൾ ത്രിവേണി സംഗമം എന്നൊക്കെ കേൾക്കുമ്പോൾ 3 നാച്ചുറലായിട്ടുള്ള അല്ല പ്രകൃതിദത്തമായ ജലപാതകളായിരിക്കുമല്ലോ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 2 പ്രകൃതിദത്തമായ ജലപാതകളും അല്ലെങ്കിൽ പുഴകളും ഒരു മനുഷ്യനിർമ്മിതം അല്ലെങ്കിൽ എൻജിനീയറിംഗ് മാർവലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ജലസ്രോതസ്സുമാണ് ഈ സംഗമത്തിൻ്റെ പ്രത്യേകത. അതായത് ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ തൊടുപുഴയാറ് ഉത്ഭവിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന പുഴയുണ്ടല്ലോ, ഇതാണ് ആദ്യത്തെ പുഴ. ഇതിന് നാച്ചാറെന്നാണ് പേര്. എടാട്ട് നിന്ന് ഒഴുകി വരുന്ന പുഴയാണിത്. അടുത്ത പുഴ നാച്ചുറൽ പുഴയല്ല, അതൊരു എൻജിനീയറിംഗ് മാർവലിൻ്റെ ഭാഗമായിട്ടുള്ള മൂലമറ്റം വൈദ്യുതി നിലയത്തിൽ നിന്നും ഒഴുകി വരുന്ന ജനറേഷന് ശേഷം ഒഴുകി വരുന്ന വെള്ളമാണ് ആ പുഴയിലുള്ളത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മെയിൻ സ്രോതസ്സ്. ഈ ഒരു പുഴ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ തൊടുപുഴയാറിന് ഒരിക്കലും വേനൽക്കാലത്ത് പോലും ക്ഷീണം ഉണ്ടാകാത്തത്. 3ാമത്തെ പുഴയാണിത്. ഇത് മൂലമറ്റം വാഗമൺ റൂട്ടിലുള്ള ഇലപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന പുഴയാണ്. അതിന് വലിയാറെന്നാണ് പേര് കേട്ടോ. അപ്പോൾ ഈ 2 നാച്ചുറൽ പുഴകളും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലപദ്ധതിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളവും ചേർന്നിട്ടുള്ള സംഗമമാണ് ഈ ത്രിവേണി സംഗമം എന്ന് പറയുന്നത്. ഈ പുഴ നേരെ ഒഴുകി നമ്മുടെ തൊടുപുഴയാറിലേക്ക് വരുന്നു. ആ തൊടുപുഴയാറ് മൂവാറ്റുപുഴ വന്ന് മൂവാറ്റുപുഴയാറായിട്ട് മാറുന്നു. മൂവാറ്റുപുഴയും ഒരു ത്രിവേണി സംഗമം ഉണ്ട് കേട്ടോ. 3 ആറുകൾ ചേരുന്ന ഒരു സ്ഥലവും കൂടിയാണ് മൂവാറ്റുപുഴ എന്ന് പറയുന്നത്. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇടുക്കി മലനിരകളിൽ നിന്നും ഒഴുകി ഇറങ്ങി വരുന്ന ഈ പുഴയും അതുപോലെ മനുഷ്യൻ നിർമ്മിച്ച പെരിയാറിനെ തടഞ്ഞു നിർത്തി ഇടുക്കിയിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളവും ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള വളരെ മനോഹരമായ ഒരു സംഗമഭൂമിയാണ് ത്രിവേണി സംഗമം. ഇനി നമുക്ക് കാണാനുള്ളത് ഇതിൻ്റെ മറ്റൊരു ഭംഗിയേറിയ ഒരു സ്ഥലമാണ്. അത് ഇവിടുത്തെ ഒരു തൂക്കുപാലമാണ്, ഇരുമ്പ് കൊണ്ടുള്ള തൂക്കുപാലം. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വാണിംഗ് നിലനിൽക്കുന്നതാണ് ഈ പാലത്തിന് എന്നാണ് പറയപ്പെടുന്നത്. എന്നാലും നമുക്കൊന്ന്
കടന്നു നിന്ന് നോക്കാം. ഇത് ഒരു കാലത്ത് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ഈ കാണുന്നതാണ് തൊടുപുഴയാറ് ഒഴുകി പോകുന്നത്. ദൂരെ ത്രിവേണി നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ത് മനോഹരമാണ് ഈ പ്രദേശം. ശരിക്കും പറഞ്ഞാൽ അധികം ടൂറിസ്റ്റുകൾ ഇവിടെ വന്നു പോകുന്നില്ല എന്ന് വേണം കരുതാനായിട്ട്. പ്രദേശവാസിയായിട്ടുള്ള ഒരു പയ്യൻ ആ പാലത്തിലൂടെ കൂളായിട്ട് നടന്നു പോകുന്നു. നമ്മളാണ് പേടിച്ചാണ് ഇങ്ങോട്ട് കടന്നത്. ഈ സൈഡിലൂടെ ഒരു വഴിയുണ്ട് കേട്ടോ, വളരെ സൂക്ഷിക്കണം. ഇവിടെയൊക്കെ നിറഞ്ഞു കവിഞ്ഞ് വെള്ളം ഒഴുകുന്ന സമയങ്ങളുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇടുക്കിയിലെ വൈദ്യുതിയുടെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും ഇവിടുത്തെ വെള്ളപ്പൊക്കത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത്. ദിനേന്ദ്രൻ മാഷ് പതിയെ പിടിച്ച് അതിലൂടെ വരുന്നുണ്ട്. രാജമാഷ് ഇങ്ങോട്ട് കടന്നിട്ടില്ല. അപ്പോൾ നമുക്കിങ്ങോട്ട് കടന്ന് ഈ ത്രിവേണിയുടെ കാഴ്ചകൾ കൂടുതൽ കാണാം. കൂടെ പോരുമല്ലേ? വലിയാറിനും നാച്ചാറിനും തടയണ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വെള്ളം അതിൻ്റെ മുകളിലൂടെ കയറിയാണ് ഇറങ്ങി വരുന്നത്. അങ്ങനെ ത്രിവേണിയുടെ കാഴ്ചകളൊക്കെ കണ്ട് സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ പതിയെ തിരിച്ചു പോവുകയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. രാജമാഷ് കാത്തിരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയും അടുത്ത കാഴ്ചകളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.